ഇങ്ങനത്തെ കൂൺ കഴിച്ചവരുണ്ടോ? ഈ കൂണ് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം, അടിപൊളി കറി ഉണ്ടാക്കാം. ഇതിങ്ങനെ കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറേ ദൂരത്തേക്ക് മാറി മാറി കുറേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ? കൂണ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറിക്കുവാണേ. അമ്പോ, ഞാനിന്ന് കുറച്ച് കാന്താരി പറിക്കാൻ വന്നതാണേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കാന്താരി പറിച്ചതിന് ശേഷം ഇവിടുത്തെ കൃഷിയിടം കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. കണ്ടോ, ഇത് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് പോത്ത് വരുന്നുണ്ട് തൊഴുത്തിലേക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തോട്ടത്തിൽ നമ്മുടെ കൃഷിത്തോട്ടം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതാണ് കടുക്. പിന്നെ അവിടെയും ഉണ്ട് കടുക് ഓരോ സൈഡിൽ. പിന്നെ അതവിടെ ചീരയുണ്ട്, ആ ചുവന്ന കളർ കാണുന്ന ചീര. ഇത് കാന്താരി. കുറേ ഉണ്ട് കടുക് ഓരോ സ്ഥലത്ത്. ഇതാ വെച്ചേക്കുന്നത് കണ്ടോ, കടുക് തന്നെ ഇത് കുറേ. ഈ പച്ച പിന്നെ ഇത് പച്ചച്ചീര ഈ സൈഡിൽ. പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം നിൽക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ പുല്ല് പോലുള്ളത് ഇതാണ് റാഗി. കുറേ ഇതാക്കിയിട്ടുണ്ട്. വൈകുന്നേരം കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ, നല്ല ഭംഗിയില്ലേ. ഇത് ചേമ്പ്. നമുക്ക് താൾക്കറി എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വന്ന് പറിച്ചു കൊണ്ടുവന്നത്. ഇത് നിറച്ചിവിടെ അമരപ്പയറായിരുന്നു. ഈ സ്ഥലം ഫുള്ള് നിറച്ച് പയറായിരുന്നു. അപ്പോൾ അതിതാക്കി ഇങ്ങനെ നശിപ്പിച്ച്, വിളവെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നശിപ്പിച്ച് ഇനി അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കാത്തു വെച്ച സസ്പെൻസ് പൊളിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കൂൺ കറി ചെയ്യാൻ പോവാണ്. അപ്പോൾ കാണാം. പാത്രം വെച്ചിട്ടുണ്ട്, ഇനി എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിൻ്റെ പച്ചമണൊന്ന് മാറുന്ന വരെ നമുക്ക് കൂടൊന്ന് കഴുകി സെറ്റാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. കാന്താരി, ചെറിയുള്ളി, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. കിടക്കാം.
ഇനി ചെറിയ ഉള്ളി തട്ടി കൊടുക്കാം. ലേശ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം മതി. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മതി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഇത് ഉപ്പിടാം. ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ട് നമുക്കിടാം. ഇത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കാം. അതൊന്ന് എന്ത് വരട്ടെ. വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ ചൂടാം. എന്തോന്ന് നമുക്ക് നോക്കാം. വാ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി. നമുക്കിനി ഇറക്കി വെക്കാം. ഇത് കാണിച്ചു. ಇನ್ನೊಂದು ಕುಡಿದ ಗಟ್ಟಿ ಇನ್ನೇ ಕಾಣಿಸುತ್ತೆ. ഞാനപ്പോൾ രുചിച്ച് നോക്കാണേ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരിക. ബൈ.